ഹലോ, എൻ്റെ പേര് കുര്യൻ. അപ്പോൾ നമ്മുടെ ഇലക്ഷൻസ് കഴിഞ്ഞു, പുതിയ മന്ത്രിസഭ ഇനി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന മന്ത്രിസഭ രാജിവെച്ചു, എല്ലാ മന്ത്രിമാരും രാജിവെച്ച് അവരുടെ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു. പുതിയ മന്ത്രിസഭ ഇനി സ്ഥാനമേൽക്കണം. സത്യപ്രതിജ്ഞയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ മന്ത്രിസഭ രാജിവെച്ചു, പുതിയ മന്ത്രിസഭ വന്നിട്ടില്ല. ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതായത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കി നടത്താനായിട്ട്, അല്ലെങ്കിൽ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്കൊരു മുഖ്യമന്ത്രി ഇല്ല. പക്ഷേ നമ്മുടെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെയായിരിക്കും നിലവിലത്തെ ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി നടത്തുന്ന ഈ കാലയളവിൽ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനപ്പേരിലല്ല അറിയപ്പെടുക. അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തിന് പറയുക കെയർ ടേക്കർ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കാവൽ മുഖ്യമന്ത്രി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ വേറൊരു കൗതുകമേറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാലം ഒരു കെയർ ടേക്കർ മുഖ്യമന്ത്രിയായിരുന്നത്, കൃത്യം പറഞ്ഞാൽ 17 ദിവസം കെയർ ടേക്കർ മുഖ്യമന്ത്രിയായിരുന്ന് ആ ഒരു റെക്കോർഡുള്ളതും നമ്മുടെ സഖാവ് പിണറായി വിജയന് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള കാലങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് പുതിയ മുഖ്യമന്ത്രി ആരെന്ന് നോക്കാം. പുതിയ മുഖ്യമന്ത്രി എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അപ്പോൾ എത്ര ദിവസം എടുക്കും, സഖാവിൻ്റെ നിലവിലുള്ള റെക്കോർഡ് ഇനി മറികടക്കുകയോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ബൈ.